ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي وقلت حيلتي أدركني يا رسول الله. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള കാരണവന്മാരെ, കർമ്മധീരരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ വിശുദ്ധ ദീനിനെ കുറിച്ച് പറയാനും പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബ ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഖബറുകൾ അല്ലാഹു സന്തോഷപൂർണ്ണമാക്കി സ്വർഗീയാരാമത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് മുഖാമുഖമാണ്. മുഖാമുഖത്തിന്റെ അന്തസത്ത ചോദ്യോത്തരത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് നിലനിൽക്കുന്ന ഒട്ടേറെ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും ആദർശങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ നിലകൊള്ളുന്ന, പ്രവർത്തിക്കുന്ന, ഞങ്ങൾ ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ സമുദായം 73 വിഭാഗമായി തീരും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഹദീസിൽ കാണാം സതഫ്തരിഖു ഉമ്മത്തി എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്റെ ഉമ്മത്ത്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല, ഞാൻ പ്രസംഗിക്കുന്നുമില്ല. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുക മാത്രമാണ്. നേരെ ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്റെ സമുദായം 73 വിഭാഗമാകുമെന്നാണ്. എന്റെ സമുദായം എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണെന്ന് പറയുന്ന ആളുകൾ തന്നെ 73 വിഭാഗമാകും. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, അതിൽ 72 നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്ക് നിങ്ങൾ. അപ്പൊ ഖുർആനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ ആളുകളാണെന്ന പേരിൽ പ്രവർത്തിക്കുന്ന 72 വിഭാഗം ആളുകളും നരകത്തിലായിരിക്കും. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രസ്താവിച്ചപ്പോൾ സ്വഹാബത്ത് ജിജ്ഞാസയോടെ ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, നബിയേ, ആ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം എന്ന് പറയുന്നത് ആരാണ് നബിയേ? അവിടെ നിന്ന് ചോദിക്കുകയാണ്. ആ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ഇത് ചോദിക്കുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം മാ അന അലൈഹി വഅസ്ഹാബി. മറ്റൊരു റിപ്പോർട്ടിൽ നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്
സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഖാല ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ബഹുമാനപ്പെട്ട അല്ലാമ അബുൽ ലൈഥ് സമർഖന്ദി തന്റെ തൻബീഹുൽ ഗാഫിലീൻ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം തന്നെ റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ഖുർആനിന്റെ ആളുകളാണ്, സുന്നത്തിന്റെ ആളുകളാണ് എന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒട്ടേറെയുണ്ടാകും. ഇസ്ലാമിക പ്രസ്ഥാനത്തിലും മുസ്ലിം സമൂഹത്തിലും ഉണ്ടാകും. അത് റസൂല് പഠിപ്പിച്ചതാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണ്? ഇസ്ലാമിന്റെ ആളുകൾ ഇവിടെ പല വിഭാഗങ്ങളായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നുമില്ല, ഞാൻ ആ വിഭാഗങ്ങളിലോ പ്രസ്ഥാനങ്ങളിലോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വാതിലടച്ച് വീട്ടിലിരിക്കുന്നവനല്ല സ്വർഗത്തിലേക്ക് പോകുന്നത്. മറിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് കാണാം. സ്വർഗത്തിലേക്ക് പോകുന്നവർ ഖാലഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ്. ഈ വിഷയം ഞാൻ ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം എല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്? വിശദമായ അവസരങ്ങളും ചോദ്യങ്ങളും മറുപടികളും ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആരാണ്? മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും നേതാവായി അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയയെ കുറിച്ച് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലുള്ള ആമുഖം എന്ന കേരള നജ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പുറത്തിറക്കിയ പുസ്തകമാണ്. ഒരു റുപ്പിക 25 പൈസ വിലയുള്ള ഈ പുസ്തകത്തിൽ അവർ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇബ്നു തൈമിയ എന്ന് പറയുന്ന വ്യക്തി ചില്ലറക്കാരനൊന്നുമല്ല. ലോകത്ത് അതുപോലത്തെ ഒരു പണ്ഡിതൻ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ സ്ഥാനമാണ് ഇബ്നു തൈമിയക്കുള്ളത് എന്ന് മുജാഹിദുകൾ തന്നെ കൊത്തിഘോഷിക്കുന്ന, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ IPS പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ആശയം. ഏതായാലും സഹോദരന്മാരെ, ആ ഇബ്നു തൈമിയയുടെ ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവ. ഈ മജ്മുഉൽ ഫതാവയിൽ അദ്ദേഹം പറയുന്നത് കാണാം. ഇബ്നു തൈമിയ പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാരാണെന്നോ? ഖാല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് പോകുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മാത്രമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാണ്? വഹും സലഫുൽ ഉമ്മത്തി വഅയിമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഇബ്നു തൈമിയയാണ് ഈ പറയുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹും സലഫുൽ ഉമ്മത്തി വഅയിമ്മത്തുഹാ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ പൂർവീകരാകുന്നു. സലഫുൽ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സലഫികളാകുന്നു എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. സലഫുൽ ഉമ്മത്തി ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ പൂർവീകരാകുന്നു. അയിമ്മത്തുഹാ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകൾ, ഇമാമുന ശാഫിഈ, ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, അതുപോലെ ഇമാം അബൂ ഹനീഫ, ഇങ്ങനെ ഇമാം നവവി, ഇമാം ഗസാലി, ഒട്ടേറെ ഇമാമുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ ഇമാമുകളുമാകുന്നു. വമൻ തബിഅഹും ബിഇഹ്സാൻ, നന്മ കൊണ്ട് അവരെ പിന്തുടർന്ന മുഴുവൻ ജനങ്ങളുമാകുന്നു. അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അപ്പൊ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ തന്നെ പറയുന്നത് എന്താണ്, ആരാണെന്നാണ്? ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ പൂർവീകർ, സജ്ജനങ്ങൾ, മഹത്തുക്കൾ, അവരെ അംഗീകരിച്ചിട്ടുള്ള ആളുകൾ, അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാലോ സജ്ജനങ്ങളെയും പൂർവീകരെയും ഇമാമുകളെയും അംഗീകരിക്കുന്നവരാണ്, അവരെ അനുധാവനം ചെയ്യുന്നവരാണ് എന്ന് മുജാഹിദുകൾ വലിയ നേതാവായി കൊത്തിഘോഷിക്കുന്ന ഒരു റുപ്പിക 25 പൈസ വിലയുള്ള ഈ പുസ്തകത്തിൽ വലിയ നേതാവാണെന്ന് പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.